ശ്രീ ജോർജ് ജോസഫ്, ഈ വിധി നമ്മെ എന്തൊക്കെ ഓർമ്മപ്പെടുത്തുന്നു? കാരണം ഇത്തരം കേസുകളിൽ ഒരുപാട് ഗൂഢാലോചന കുറ്റങ്ങൾ തെളിയിക്കുക എന്ന് നമ്മൾ നേരത്തെ തന്നെ എത്രയോ വലിയ വലിയ കേസുകളിൽ സംഭവങ്ങളിൽ പോലും ഗൂഢാലോചനയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ആദ്യ രണ്ടാമത്തെ ട്വിസ്റ്റ് ഉണ്ടാകുന്ന സമയത്താണ് ദിലീപ് അടക്കം പ്രതിയാകപ്പെടുന്നു. അതിനുശേഷം തെളിവുകൾ വരുന്നു, ബാലേന്ദ്രകുമാറിൻ്റെ എൻട്രി. പിന്നെ മറ്റൊരു കാര്യം, പണവും സ്വാധീനമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എങ്ങനെയും ഊരിപ്പോകാമെന്ന രീതിയിലേക്ക് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അത് ഈ വിധിക്ക് മുൻപേ ചർച്ചയൊക്കെ അങ്ങനെയാകുന്നു. അങ്ങനെ ഒന്നും പാടില്ല. നമ്മളൊക്കെ ആത്യന്തികമായി ഈശ്വരതുല്യം നീതിന്യായവസ്ഥയെ കാണുന്നതാണ്. അപ്പോൾ ഈ വിധി ഏതൊക്കെ അർത്ഥത്തിൽ അടയാളപ്പെടുന്നുണ്ട് ചുരുക്കി? ഇല്ല, പല രീതിയിലല്ലേ ആൾക്കാർ അതിനെ കാണുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോടതിയുടെ വിധി നമ്മൾ പേഴ്സണലായിട്ട് ചിലപ്പോൾ തെറ്റാണെന്നോ ചിലപ്പോൾ ശരിയാണെന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ ആ വിധി നമ്മൾ അംഗീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കോടതിക്ക് തെറ്റുണ്ടായെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഇതിനകത്ത് 120B ഗൂഢാലോചനയുടെ ഇൻ്റർപ്രിട്ടേഷനാണ് പ്രസക്തമായ ഭാഗം. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷേ അതിലേക്കാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അത് ഈ കോടതി എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് ഗൂഢാലോചന, അതിനുള്ള എവിഡൻസ് കൃത്യമായിട്ട് കോടതിയിൽ പോലീസ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് കോടതി എങ്ങനെയാണ് കണ്ടതെന്ന് മനസ്സിലാകുന്നത് രണ്ടാമതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് ആണ് ആ ഗൂഢാലോചനയ്ക്ക് തെളിവ് കൊണ്ടുവന്നെന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു ഇല്ലീഗലാകുന്നില്ല. കാരണം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നിയമപരമായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥനും അവകാശമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെ എവിഡൻസ് രണ്ടാമത് കയറി വരുമ്പം ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് ബാലേന്ദ്രകുമാറിൻ്റെ ആ കഥാപാത്രം വരുന്നതൊക്കെ. അപ്പോൾ അതൊരു ഡിഫക്റ്റായിട്ട് കോടതിക്ക് കാണാൻ ഒക്കില്ല, ആർക്കും കാണാൻ ഒക്കില്ല. പക്ഷേ രണ്ടാമത് ബാലേന്ദ്രകുമാർ വന്ന ശേഷമാണ് ആ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശം ഉണ്ടെന്നുള്ള തെളിവ് പോലീസിനെത്തുന്നത്. പിന്നെ